ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ കൊണ്ടുള്ള ദോശയാണ്. നോർമലി എല്ലാവരും ദോശ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ദോശ. ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് 2 കപ്പ് മൈദ, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഗ്ലാസ്സിലാണ് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ് മൈദ എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിടാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം. ഇതൊന്ന് ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് മിക്സിയിലിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്പൂൺ ഉണ്ടാകുമ്പോൾ അതൊരു യോജിപ്പ് കിട്ടില്ല. ഓക്കെ, ഇത് മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഇത്ര പെർഫെക്റ്റായിട്ട് മിക്സായി കിട്ടില്ല. ഇത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കെന്നാൽ അത് കല്ലിൽ ചുട്ടെടുക്കാം ദോശ. ഇതെന്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ കൂടെയൊക്കെ. അതിനുശേഷം കുറച്ച് എണ്ണ മുകളിൽ കൂടി തൂക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇതിങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല. ഇന്നിവിടെ ഓൾറെഡി ഇപ്പോൾ സാമ്പാറിലുകൊണ്ടാണ് ഞാൻ ഇന്ന് മൈദ ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 2 ഭാഗം നല്ലോണം ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഉണ്ടതാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇത് പുതിയ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്കും ചെയ്യണം.